ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് അവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ കർക്കിടക രാശിക്കാർക്കുള്ളത്, അതായത് പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യം കൂടി ചേരുന്ന കർക്കിടക രാശിക്കാർക്ക്, കർക്കിടക കൂറുകാർക്ക് ജന്മത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനും ശുക്രനും, 2-ൽ ബുധൻ, 3-ൽ രാഹു, 8-ൽ ശനി, 9-ൽ രാഹു, 11-ൽ വ്യാഴവും ചൊവ്വയും ഗുരുമംഗള യോഗത്തോടു കൂടി നിൽക്കുന്ന വളരെ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെയാണ് കർക്കിടക രാശിക്കാർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം തന്നെ അഷ്ടമശനിയുടെ അഭാവം കുറച്ച് വിട്ടു നിൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ധനലാഭത്തിനും ധനാഗമങ്ങൾക്കും അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനമാർഗത്തിനും ഇടയൊരുക്കുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. സ്വർണ്ണ സംബന്ധമായിട്ട് രത്ന സംബന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും തൊഴിലെടുക്കുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥകളും വരാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിൽ പുരോഗമനങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നത്. വരുമാന പരിധി കൂടും. ബിസിനസ്സിൽ പുരോഗമനത്തെ പാതയിൽ പോകുന്നത് കാരണം കൊണ്ട് വരുമാന വർധനവ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള തൊഴിൽ മാർഗങ്ങൾ തേടി വരുവാനുള്ള സാധ്യതയും ഭാഗ്യകടാശത്താൽ ധനം വന്നു ചേരുവാനുള്ള സാധ്യതയും എല്ലാം കൂടുതലായി കാണുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്ത് രാഹുവാണ് സഞ്ചരിച്ചു. കർക്കിടക രാശിക്കാർക്ക് ഭാഗ്യസ്ഥാനത്തിൽ രാഹുവാണ് സഞ്ചരിച്ചുകൊണ്ട്, അപ്പോൾ രാഹുവിന് മാസത്തിൽ ഒരു പ്രാവശ്യം ആയില്യ നാൾ വരുന്ന സമയത്ത് 100 പാലും അല്ലെങ്കിൽ ഒരു ആയില്യ പൂജി കൊടുത്തു കഴിഞ്ഞാൽ ഭാഗ്യദോഷം മാറി കിട്ടുന്നതാണ്. ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അഷ്ടമത്തിൽ ശനി നടക്കുന്ന കാരണം കൊണ്ട് തന്നെ ഒരു എള്ളുതിരി ശാസ്താവിന് അല്ലെങ്കിൽ നീരാജൻ നെയ്യോളക്ക് നടത്താൻ ഉത്തമമായി എന്നാണ് പറയുന്നത്. ശാരീരിക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി വരുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഭയങ്കര ഉചിതപരമായിട്ടുള്ള സമയമാണ് കാണുന്നത്. അവർക്ക് ഊഹിക്കാതെ തന്നെ പല വിധത്തിലുള്ള വരുമാന മാർഗങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അലോപ്പതി മേഖലയിലും അതുപോലെ തന്നെ ആയുർവേദ ചികിത്സയിലും ഭയങ്കര മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയും ഭയങ്കര നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാധ്യതയും ഇവർക്കുണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവരും അതുപോലെ തന്നെ എയർപോർട്ട് സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവരും, 2 വീലർ തൊട്ട് വിമാന സർവീസ് നടത്തുന്ന വാഹന സംബന്ധമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ ഉചിതപരമായിട്ടുള്ള ഒരു ഗുണാനുഭവങ്ങൾ വരുന്ന സമയമാണ്. ധനലാഭം പൊതുവെ ഉണ്ടാവും. മംഗളകർമ്മങ്ങൾ നടത്തുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യത കണ്ട് ഉദ്ദിഷ്ട കാര്യത്തിന് തടസ്സം വരികയാണെങ്കിൽ ശാസ്താവിന് കറുത്ത പട്ടും അതുപോലെ തന്നെ നീരാഞ്ജനവും നെയ്വളക്കും നടത്തുന്ന പക്ഷം ആ തടസ്സങ്ങൾ മാറി വരുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. ഉദ്ദിഷ്ട കാര്യം സാധിക്കുവാനുള്ള സാധ്യത, വിദേശ സംബന്ധമായിട്ടുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. വിദേശ സംബന്ധമായിട്ടുള്ള ബിസിനസ് നടക്കുവാനുള്ള സാധ്യത കണ്ട് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു മാസം തന്നെയാണ് കർക്കിടക മാസത്തിൽ. പുണർദം നക്ഷത്രക്കാർക്ക് ശ്രീരാമക്ഷേത്രത്തിൽ അവൽ നിവേദ്യം, തുളസിമാല, അതുപോലെ തന്നെ ഭാഗ്യസൂക്തം എന്നിവ നടത്തുകയും, പൂയ നക്ഷത്രക്കാർക്ക് ശാസ്താവെങ്കിൽ നെയ്വിളക്ക് നീരാഞ്ജനം ശനിയാഴ്ച നടത്തുകയും, ആയില്യ നക്ഷത്രക്കാർക്ക് ആയില്യ പൂജ നടത്തി വരുന്നത് പക്ഷം ഗുണാനുഭവങ്ങൾ വന്ന് നിർത്തിയിരുന്നതാണ്. നമസ്കാരം.